ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് റെഡിയാക്കുന്നത്, മീൻകായ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. പൊന്നിയരി തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഏതരിയായാലും മതി. പാർബോയിൽ റൈസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ പൊന്നിയരി നമുക്കൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കുന്ന സമയത്ത് നല്ല ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത്. അത്യാവശ്യം നല്ല തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിൽ ഇതൊരു 3-4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അങ്ങനെ കുതിർത്തെടുത്തിട്ടുള്ള അരിയാണിത്. ഇത് നമുക്കിനി അരച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയിലെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഗ്രൈൻഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യായിരിക്കും കുറച്ചുകൂടി എളുപ്പം. മിക്സിയിൽ ചിലപ്പോൾ ഒന്നിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പുഴുങ്ങലരിയൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തവണയായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അരി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഇട്ടാൽ മതി, നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. 2 കപ്പ് അരി അരയ്ക്കാനായിട്ട് ഞാനൊരു 1 മുതൽ 1.25 കപ്പ് വരെ വെള്ളമാണ് എടുക്കുന്നത്. ആദ്യമേ മുഴുവനായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കാരണം ഒരുപാട് വെള്ളം അരിയിലായി കഴിഞ്ഞാൽ അരി അരഞ്ഞു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് അരഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അരി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരി ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഈ ഒരു റെസിപ്പിക്ക് ചെറിയ തരി ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള മാവിനെ നമുക്ക് നല്ല കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിലൊരു മാവാക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാവിനെ ഒരു തോർത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊക്കെ വരഞ്ഞ് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം തോർത്തിലൊക്കെ ഒഴിച്ച് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പുഴുങ്ങലരിപ്പൊടി, അതായത് പത്തിരിക്ക് ഉപയോഗിക്കുന്ന പുഴുങ്ങലരിപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു മാവാക്കി കുഴച്ചെടുത്താലും മതി. പിന്നെ സാധാരണ നമ്മൾ നൈസ് പത്തിരീൻ്റെ വാങ്ങിക്കുന്ന പൊടി ഉപയോഗിക്കാം, പക്ഷേ അങ്ങനെ നൈസ് പത്തിരീൻ്റെ പൊടി ഉപയോഗിച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു സോഫ്റ്റ്നെസ് നമ്മളെ ഈ ഒരു മീൻകായ്ക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തോർത്തൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു തോർത്തന്നെ ഇതിനൊക്കെ ആയിട്ട് മാറ്റി വെക്കുക. ഇതിൽ നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമ്മളൊരു ടർക്കിയിൽ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അതായത് നല്ല കട്ടിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ വെള്ളത്തിൻ്റെ അളവ് മാവിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മാവ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 150 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഒരു ചെമ്മീനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മസാലപ്പൊടികളൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 15 മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഈ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ എടുത്തു എന്നേ ഉള്ളൂ. ഇത് തന്നെ വേണം നിർബന്ധമില്ല. അത്യാവശ്യം ദശക്കട്ടിയുള്ള ഏത് മീനായാലും മതി. അതായത് കഷ്ണമീനിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അയക്കോറ, ആവോലി അല്ലെങ്കിൽ അയല അതൊക്കെ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കഷ്ണമീൻ ഏത് വേണമെങ്കിലും എടുക്കാം. മീൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഭാഗം ഫ്രൈ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് പതുക്കെ ചൂടാറുന്ന സമയത്ത് കൈ കൊണ്ട് ഒന്ന് പിച്ചി ചെറുതായി മുറിച്ചിട്ടതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയുടെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവി എടുത്തത്, അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 3-4 ചെറിയുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കണ്ട കേട്ടോ, ചതച്ചാൽ മതി. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് ചതച്ച് ഒതുക്കിയെടുത്താൽ മതിയാകും. തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം.
ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് തേങ്ങ ചേർക്കുന്നതിന് മുൻപ് ആ ഉള്ളിയിലേക്ക് തന്നെ ചേർത്തോളൂ കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഞാൻ ആ ഉള്ളി ചേർത്ത സമയത്ത് മസാലപ്പൊടികൾ ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ തേങ്ങ ഇടുന്നതിന് തൊട്ട് മുൻപായിട്ട് ഉള്ളിയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്താൽ മതിയാവും. വേറെ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള ചെമ്മീനോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെമ്മീനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അരി അരച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് കുഴച്ചെടുക്കാൻ പാകത്തുള്ള മാവായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുത്തു വെക്കാം. ഇനി ഈ ഒരു അരിമാവിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കൂടുതലൊന്നും വേണ്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയുള്ളി, ഒരു 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലോണം വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങി അരച്ചെടുക്കും വേണം. അപ്പോൾ നിങ്ങളിനി ഞാൻ ചെയ്തതുപോലെ തോർത്തിൽ വെച്ചിട്ടല്ല ഈ ഒരു മാവ് ഡ്രൈ ആക്കി എടുക്കുന്നത്. അതായത് ഗ്രൈൻഡറിലൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അരി അരയ്ക്കുന്ന കൂടെ തന്നെ ഈ തേങ്ങയും ഈ കൂട്ടുകളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരച്ചെടുക്കുക. ഇനി അതല്ല പത്തിരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് മാവാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിലും അരി അരയ്ക്കുന്ന കൂടെ തന്നെ ഒന്നിച്ചിട്ടിട്ട് തേങ്ങയൊക്കെ കൂട്ടി അരച്ചെടുക്കുക. ഞാനിപ്പോൾ നമ്മൾ തോർത്തിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ച് ഡ്രൈ ആക്കിയത് കൊണ്ടാണ് ആ സമയത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള ഒരു കൂട്ട് ഇതിലേക്ക് ചേർക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും അരിമാവും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങളിത് കുഴയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല, കുറച്ചൊരു ലൂസൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാരണ പത്തിരിപ്പൊടി, അതല്ല പുഴുങ്ങലരിപ്പൊടി കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താലും മതിയാകും. ഇനിയിപ്പോൾ മീൻകായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു സ്റ്റീമറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ, അതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചെമ്മീൻ മസാലയും അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയുടെ ഉൾഭാഗത്തേക്ക് ഒരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ ബോൾ മാവെടുത്ത് വെച്ച് കൊടുക്കുക. നമുക്ക് എത്ര വലിപ്പമുള്ള മീൻകായാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മാവ് എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് വലിയ രീതിയിലുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ചെറിയ രീതിയിലുള്ള നമുക്ക് രണ്ടാമത് നോക്കാം. അപ്പോൾ മാവ് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. ഒരുപാട് നൈസായി പോകരുത്. നൈസായി പോയാൽ നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ട് ആവിയിൽ പൊട്ടി മസാലയൊക്കെ പുറത്തു പോകും. എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ഒരുപാട് കട്ടി കൂടി പോയാൽ കഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചെമ്മീൻ മസാല വെച്ച് കൊടുക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉന്നക്കായൊക്കെ റോൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ബ്രെഡ് റോൾ ഉന്നക്കായൊക്കെ റോൾ ചെയ്യുന്ന പോലെ 2 ഭാഗം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉന്നക്കായൊക്കെ പോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ വേവിച്ചിട്ട് കഴിക്കാം. ഇപ്പം ഞാനിതിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട. ഒന്നങ്ങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഓവൽ ഷേപ്പിലായിട്ടുള്ളത് കിട്ടും ഈ ഒരു രീതിയിൽ. ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു മീൻകായാണ്. അപ്പോൾ ഈ ഒരു വലുപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുതൽ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിന് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിയാക്കി എടുക്കണം. റെഡിയാക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ചെറിയ ബോളായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരുപാട് പരത്തി കനം കുറച്ച് കളയരുത്. അങ്ങനെ ആകുമ്പോൾ മസാല പൊട്ടി പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലൊക്കെയുള്ള മീൻകായ ആയിരിക്കും നമുക്ക് കഴിക്കാനും സെർവ് ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന മാവിൻ്റെ ഒരു പകുതി ഭാഗം കൊണ്ട് റെഡിയാക്കിയിട്ടുള്ള മീൻകായ നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് റെഡിയാക്കിയാൽ മതി. അതായത് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചാൽ ആവി കയറി വെന്ത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും, കറക്റ്റായി കിട്ടൂല. അപ്പോൾ ഏകദേശം ഒരു 10-12 എണ്ണം ഒരു സമയത്ത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്റ്റീമർ വെച്ച് കൊടുക്കാം.
ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എന്തായാലും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. പിന്നെ ഓരോരുത്തരുടെ ഗ്യാസിൽ തീയൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പം നമുക്കിത് എന്തായാലും അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വെച്ച് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു ജസ്റ്റ് സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് നോക്കുക, രണ്ട് ഭാഗവും കറക്റ്റ് കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ സ്പൂൺ കൊണ്ട് കുത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ ഒരു ചൂടിലായതുകൊണ്ട് ഒന്നങ്ങ് ചൂടാറി കഴിയുമ്പോൾ പിന്നെ പൊട്ടിപ്പോകുന്നില്ല, കറക്റ്റ് തന്നെ ആയി കിട്ടിക്കോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു 10-20 അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കറക്റ്റ് രണ്ട് ഭാഗം കുക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സമയം നമ്മൾ സ്റ്റീമറിൽ വെക്കരുത്. പിന്നെ ആവി കയറുകയാണെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോയിട്ട് ഭയങ്കര ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള എല്ലാ മീൻകായും ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള 19 മീൻകായാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവും മസാലയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. മാവും ബാക്കിയില്ല, മസാലയും ബാക്കിയില്ല. ഒരു 19 to 20 എണ്ണമൊക്കെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ആവിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനം തന്നെയാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടി തന്നെ, ഒരുപാട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതായത് കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ആവിയിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് സമയത്ത് വേവിച്ച് ഓവർ കുക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡായി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇത് മുറിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല, ഈ ഒരു അരിമാവും എല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ല അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ അളവ് തന്നെ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അരച്ച് റെഡിയാക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് തിക്കായിട്ടുള്ളൊരു ബാറ്റർ അല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല, ഒരു മിനിമം തിക്നെസ്സോട് കൂടിയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു കട്ടിയിലാണ് ഈ ഒരു മസാലയുടെ ബാറ്റർ നമുക്ക് വേണ്ടത്. കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 3-4 ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം. ഇപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള മീൻകായ മൊത്തത്തിൽ ഒന്നിച്ച് ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മസാലയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്നിച്ച് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരുപാട് ദിവസമൊന്നും വെക്കലില്ല, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ദിവസമൊക്കെ വെക്കാറുള്ളൂ. ഇനി കുറച്ച് 2-3 ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതുപോലെ മസാലയിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻകായ ഓരോന്നും ആ മസാലയിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് വെന്ത് വരാനൊന്നുമില്ല, എന്നാൽ പോലും മുളക് പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിത് ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും വേണ്ടി വരില്ല. റെഡി ഒരു 10-14 മീൻകായ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ആദ്യം ഒഴിച്ചിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണ തന്നെ മതിയാവും കേട്ടോ. പിന്നീട് എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പോൾ 2 ഭാഗം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു തീക്കൊക്കെ അനുസരിച്ചിട്ട് നോക്കി ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടുതലായിട്ടുള്ള ഓയിലൊക്കെ അതിൽ നിന്ന് പോയി കിട്ടിക്കോളും. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നല്ല ചൂടില്ലെങ്കിലും ഒരു ലൈറ്റ് ചൂടില്ലെങ്കിലും കഴിക്കണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ ഉൾഭാഗം ചിലപ്പോൾ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കാണുന്ന സമയത്ത് അറിയില്ല, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്.
അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മീൻകായ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്